ബോസ് എന്നോടുള്ള വ്യക്തി വിരോധം തീർക്കാൻ വേണ്ടിട്ട് നൂറ ഇവിടെ വന്നിരിക്കുന്നതാണ്. ബിഗ് ബോസ് നൂറ എന്നോടുള്ള വ്യക്തി വിരോധം തീർക്കാനായിട്ട് മനഃപൂർവ്വം അവര് മനഃപൂർവ്വം എന്നെ ഇവിടെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് സുഹൃത്തുക്കളെ, അനീഷിന്റെ സ്ട്രാറ്റജി ആണോ ഇനി അനീഷിന് പച്ചമലത്ത് പറഞ്ഞ മാനസിക രോഗമാണെന്ന് അറിയില്ല. അനീഷിന് ഒരേ സ്ഥലത്ത് മാത്രം ഇരുന്നാലാണ് ഇരിപ്പുറക്കുള്ളൂ. ഈ ബിഗ് ബോസ് കണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അനീഷ് എല്ലായ്പ്പോഴും ഒരു തലപ്പത്ത് മാത്രമേ ഇരിക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു അറ്റത്ത് മാത്രമാണ് അനീഷ് ഇരിക്കുക. അതല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു തലപ്പത്ത് മാത്രം ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടാകും. അത് അതിഭീകരമായിട്ടുള്ള കംഫർട്ട് സോൺ ആയിരിക്കും. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചില സീറ്റിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, ചില ആളുകളോടൊപ്പം മാത്രമേ ഇരിക്കുകയുള്ളൂ. ചിലപ്പോൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ബെഞ്ചിൽ മാത്രം ഇരിക്കുന്ന, ആ ബെഞ്ചിൽ ഇരുന്നാൽ മാത്രം കംഫർട്ട് ഫീൽ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ആ കംഫർട്ട് സോൺ അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പരിഭ്രാന്തിയാണ്, ആകെ പ്രശ്നമാണ്. ഇവിടെ അനീഷ് ഒരു കുട്ടികളെ പോലെയാണ് പലപ്പോഴും ഈ ബിഗ് ബോസിൽ പെരുമാറുക. ചില വാശി അമ്മമാരോട് കാണിക്കുന്ന ചില കുട്ടികളെ പോലെ. ഒരു കാര്യമുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിഗ് ബോസ് എനിക്കിവിടെ ഇരിക്കണം, ബിഗ് ബോസ് എനിക്കിവിടെ ഇരിക്കണം, ബിഗ് ബോസ് എനിക്കിവിടെ ഇരിക്കണം, ബിഗ് ബോസ് എനിക്കിവിടെ ഇരിക്കണം, ബിഗ് ബോസ്. ഇങ്ങനെ ഒരു സംഗതി മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് പലപ്പോഴും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇതിൽ വിജയിക്കാനോ ഇതിന് കിരീടം നേടുവാനുള്ള ഒരു പേഴ്സണാലിറ്റി ഒട്ടുമേ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് പലപ്പോഴും എനിക്ക് അനീഷിനെ തോന്നിയിട്ടുണ്ട്. ആരുമില്ല എന്ന് പറയേണ്ടി വരും കേട്ടോ ഇപ്രാവശ്യം ബിഗ് ബോസിൽ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ബിഗ് ബോസ് കുടുങ്ങി പണ്ടാറടക്കി കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ നൂറയും ആദിലയും കൂടിയിട്ട് മനഃപൂർവ്വം കളിച്ചുകൊണ്ട് ഇവിടെ അനീഷിനെ അവിടെ കൊണ്ട് ഇരുത്തി എന്നൊക്കെ പറയുന്നത്. നൂറ ആദില എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. രണ്ട് തരത്തിലാണ്. വലിയ മതവിശ്വാസമൊന്നും പുലർത്താത്ത ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഹോമോസെക്ഷൽ ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ഇത്തരം ആളുകളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാത്തൊരു മതം കൂടിയാണ് ഇസ്ലാമിക മതം. അപ്പൊ ആ ഒരു ഇസ്ലാം മതത്തിൽ തന്നെയാണ് നൂറയും ആദിലയും എന്ന് പറയുന്ന ആ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളത് എന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അധികം കൗതുകവും രസകരവും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യായിരുന്നു. കൊള്ളാം, നല്ല ആൾക്കാർക്ക് തന്നെ നല്ല ഗംഭീരമായിട്ട് പണി കിട്ടിയല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നൂറയും ആദിലും കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൽ അങ്ങനെ കുത്തിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും വൃത്തിയായിട്ട് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്ഥലപ്പത്ത് ഇവനെ ഇരുത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബിഗ് ബോസിന്റെ കളിയായിരിക്കാം, അനീഷിന്റെ കംഫർട്ട് സോൺ പൊട്ടിക്കുക എന്നുള്ളത്. അടിപൊളി. എന്തായാലും അവസാനം ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ആർക്കും പ്രത്യേക ഇരിപ്പിടങ്ങളില്ല. നിങ്ങൾ ഇവിടെ ആരും രാജാക്കന്മാരല്ല, എല്ലാവരും കോമൺ പീപ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇരിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ഇരിക്കൂ എന്നുള്ള വാശിയൊന്നും വേണ്ട. ഇനി എന്തുകൊണ്ടായിരിക്കാം അനീഷ് ഇങ്ങനെ ഒരു പ്ലേ കളിക്കുന്നതെന്നുള്ളതാണ്. ഒന്ന്, ഒരേ സ്ഥലത്ത് മാത്രം ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് ആളുകൾക്ക്? ചുമ്മാ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈ ഡു പീപ്പിൾ ലൈക്ക് ടു സിറ്റ് ഇൻ ദ സെയിം സ്പോട്ട്? ഒരേ സ്ഥലത്ത് മാത്രം ആളുകൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന്, ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നതാണ്. നമ്മുടെ കംഫർട്ട് സോൺ ആയിരിക്കും. ആ സോൺ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇവിടെ ഇവൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അനീഷ് അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട്. ആരും ഇയാളുടെ ലൈഫിൽ ഒരു പാർട്ട്ണറായിട്ട് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. കാരണം ഇയാളുടെ കംഫർട്ട് സോണ് മറ്റുള്ളവർ കയറി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ഇയാൾ ആകെ ജീവിതം തകരാറായി പോകും. അവരങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് എന്തെങ്കിലും മണ്ടനോ അല്ലെങ്കിൽ മണ്ടത്തരമില്ലാത്തൊരു ചിന്തകളൊക്കെ മനസ്സിലേന്തിക്കൊണ്ട് അങ്ങനെ പോകാൻ മാത്രം കഴിയുന്ന ഒരു പാവം വ്യക്തിയാണ്. രണ്ട്, സോഷ്യൽ കണക്ഷൻസ് കുറയും. നോക്കൂ, അനീഷായിട്ട് ആ ഒരു ബിഗ് ബോസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അനീഷിനെ പേര് ചാർത്തിക്കൊണ്ടാണ് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതായത് അവിടെ അനീഷ് പ്രശ്നം ഉണ്ടാക്കേണ്ട, അവന് വെച്ച് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടായിക്കോളും. അതായത് ഇവൻ ഒരു സോഷ്യൽ കണക്ഷൻസിന് ഇവൻ പോവില്ല എന്നുള്ളതാണ്. ഏറ്റവും
ഇതൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കൂടിയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ സെറ്റിംഗ്സ് ലൈക്ക് ക്ലാസ് റൂംസ് ഓർ വർക്ക് പ്ലേസ്, ഇൻഡിവിജ്വൽസ് മൈറ്റ് ചൂസ് സ്പോട്സ് ദാറ്റ് ഓഫർ ബെറ്റർ വിസിബിലിറ്റി, പ്രോക്സിമിറ്റി എക്സിസ്റ്റ്, അതർ സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ്. ഒരു സ്ട്രാറ്റജിക് ബെനിഫിറ്റ്, കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചില സ്ഥലത്ത് മാത്രം ഇരിക്കാറുണ്ട്. നമ്മൾ അനീഷിനെ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് എന്ത് ചെയ്യും? ഒരൊറ്റ നടത്തമാണ്. നടക്കുകയാണെങ്കിൽ അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു തലയ്ക്കുന്ന് വേറെ തലപ്പത്തോട്ട് ഒരു കുഴപ്പമില്ലാത്ത അവ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. വേറെ പരിപാടിയൊന്നുമില്ല, ഈ നടത്തം മാത്രമാണ്. ഈ നടത്തത്തിനിടയ്ക്ക് ചുമ്മാ നടക്കുകയല്ല അനീഷ്, അവിടെയുള്ള ഓരോരുത്തരെയും പഠിക്കുന്നുണ്ട്. ബിഗ് ബോസിലുള്ള ഓരോ വ്യക്തികളെയും പഠിച്ചിട്ട് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് ഓരോ ആൾക്കാരെയും ടാക്കിൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പലപ്പോഴും അനീഷിനെ തോന്നിയിട്ടുണ്ട്. വെറും ഒരു മാനസിക രോഗി എന്ന രീതിയിൽ അയാളെ തള്ളിക്കളയണ്ട. അയാൾ വേറൊരു രോഗം, ബാധ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ബൈ.